മെസൊപ്പൊട്ടേമിയൻ നാഗരികത ഉറങ്ങിക്കിടക്കുന്നത് പോലെയാണ് ജലാശയങ്ങളിലെ കാഴ്ചകൾ. ഈ കറുത്തു തടിച്ച് കമിഴ്ന്നു കിടന്ന് നീങ്ങുന്ന മഹാകൂർമ്മത്തെ കണ്ടാൽ രാജഭരണകാലത്ത് ഭാരതത്തിൽ ഉപയോഗിച്ചിരുന്ന ഗുണ്ടകളെയാണ് ഓർമ്മ വരുന്നത്. മുകൾ പരപ്പിൽ ശാന്തമായതും ആകാശത്തിൻ്റെ മനോഹാരിതയെ പ്രതിഫലിപ്പിക്കുന്നതുമായ ശാന്തസമുദ്രത്തിൻ്റെ തീരവും ആഴവും കലുഷിതം തന്നെ. അവിടെ നിന്നും എൻ്റെ ഡ്രൈവർ എന്നെ കൊണ്ടുപോയത് മറ്റൊരു ജലാശയത്തിലേക്കാണ്. അവിടം കാക്കകൾ കൂട്ടിലേക്ക് പറന്നു പോകുന്നത് കാണുമ്പോൾ എനിക്കെൻ്റെ അമ്മച്ചിയെ ഓർമ്മ വന്നു. ഒരു നീല ടാർപോളിൻ ഷീറ്റിലേക്ക് ഒരു ഗ്രാമീണൻ വലയിൽ നിന്നുള്ള മീനുകളെ കുടഞ്ഞിടുകയാണ്. ഗാന്ധിജിയെപ്പോലെ അല്പവസ്ത്രധാരിയായ അയാൾ 10-15 കിലോ തൂക്കമുള്ള വലയിൽ 2-3 മീനിനെ മാത്രം കൊണ്ടുവരുന്നത് കണ്ട് പൊട്ടിക്കരയുന്ന അയാളുടെ ഭാര്യയെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. ആ കരച്ചിൽ കണ്ടിട്ടാവണം ഇത്തവണ അയാൾ സർവ്വശക്തിയുമെടുത്തുള്ള ഏറാണ് ഉദ്ദേശിച്ചത്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സങ്കടം സഹിക്കാൻ കഴിയാതെ ആ ഗ്രാമീണൻ്റെ അളിയനും വലയുമായി വന്നിട്ടുണ്ട്. എറിഞ്ഞ വലയിൽ കൂടുതൽ മീൻ കിട്ടിയാൽ ആയുസ് കുറയുമെന്നുള്ള വിശ്വാസം ഈ ജനതയ്ക്കിടയിലുണ്ടെന്ന് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. ബ്രിട്ടീഷുകാർ കോളനിയായി ധാരാളം കാലം വച്ചിരുന്ന ഈ പുഴം പ്രദേശത്ത് അവർ പോയപ്പോൾ ഉണക്കാനിട്ടിരുന്ന പ്രത്യേക വസ്ത്രമാണ് ഇയാൾ അണിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ആട്ടിയുള്ള പ്രത്യേകതരം ഏറ് പഠിപ്പിക്കാനായി വിവിധ വല കോളേജുകളും ഈ പുഴയുടെ തീരത്ത് തന്നെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കലങ്ങി മറിഞ്ഞു വരുന്ന വെള്ളത്തിൽ ധാരാളം മീനുകളുണ്ടെന്നാണ് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നത്. അയാൾ വെള്ളത്തിലേക്ക് നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭാരതത്തിലെ എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിക്കാനുള്ള അവസരം നോക്കുന്നത് പോലെയാണ് തോന്നിയത്. ഇയാൾ അളിയൻ വിളിച്ചതുകൊണ്ടാവണം തിരിഞ്ഞു നോക്കിയതെന്നാണ് ഞാൻ ഊഹിച്ചു. അളിയൻ്റെ വല എവിടെയോ കുടുങ്ങിക്കിടക്കുന്നു. ഓരോ തവണയും ലോട്ടറി എടുക്കുന്ന മലയാളിയുടെ പ്രതീക്ഷയിലാണ് ഇത്തവണയും അയാൾ വല പൊക്കിയത്. എന്നാൽ ഇത്തവണയും അധികം മീനില്ലാത്തത് അയാളുടെ ആയുസ് വർദ്ധിപ്പിച്ചെന്ന ആശ്വാസം അയാളുടെ മുഖത്ത് തന്നെ ഞാൻ കണ്ടു. 1-2 മീനുകളെ പിടിച്ച് തുടർച്ചയായി കൊണ്ടുവരുന്ന ഇയാളും അളിയനും പതിവ് കാഴ്ചയായപ്പോൾ എനിക്ക് മടുക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഡ്രൈവർ ഹുത്താക്കിയോട് ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞു. ഹുത്താക്കി അയാൾ നോക്കുന്നത് വളരെ ആവേശത്തോടു കൂടിയാണ് കാണുന്നത്. അയാൾ വീണ്ടും എന്തോ വലിയത് വരാനുണ്ട് എന്ന മട്ടിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തിമിംഗലത്തെ വരെ പിടിക്കാനുള്ള മനസ്സുമായാണ് അയാൾ നിൽക്കുന്നതെങ്കിലും അയാൾക്ക് കിട്ടുന്നത് മത്തിയേക്കാൾ ചെറിയ മീനിനെയാണ് എന്നത് ഏറെ പ്രധാനമാണ്. ഇപ്പുറത്ത് പക്ഷേ എറിയുന്ന വലയല്ലാത്ത മറ്റൊരു വലയുമായി മറ്റൊരാൾ വന്നിട്ടുണ്ട്. അപ്പോഴും താൻ അതിനേക്കാൾ മീൻ പിടിക്കുമെന്ന വാശിയിലാണ് ഇദ്ദേഹം. ഇവിടെ ഇനിയും നിന്നിട്ട് കാര്യമില്ലെന്ന് ഹുത്താക്കിയോട് വളരെ ധാർഷ്ട്യമായി എനിക്ക് പറയേണ്ടി വന്നു. ഹുത്താക്കിയോട് വണ്ടി എടുക്കാൻ ആവശ്യപ്പെട്ടു. ഹുത്താക്കി അതിനിടയിൽ ഇത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ടൂറിസ്റ്റാണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് എനിക്ക് സൗജന്യമായി മീൻ ചോദിക്കാനുള്ള അവസരവും ഇല്ലാതെയായി. ഞങ്ങൾ ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. പരുഷമായി പറഞ്ഞതുകൊണ്ടാവണം ഹുത്താക്കി പിണങ്ങിയ മട്ടിലാണ് പോയത്. ചെന്നപ്പോൾ വണ്ടിയിൽ ഹുത്താക്കി തനിച്ചാണ്. പോകുന്ന വഴിയിൽ ഹുത്താക്കി ധാരാളം ടൂറിസ്റ്റുകളെ വണ്ടിയിൽ കയറ്റി. ഞാൻ താമസിക്കുന്ന റിസോർട്ടിന് മുന്നിലൂടെയാണ് ഞങ്ങളുടെ വാഹനം ഈ കടൽ തീരത്തെത്തിയത്. പുറത്ത് നല്ല ചൂടാണെന്ന് വാഹനത്തിൽ നിന്നിറങ്ങിയപ്പോഴാണ് അറിഞ്ഞത്. ഇവിടെ ഒരാൾ കരയിൽ നിന്നും മീൻ പിടിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അത് ഒരു നൂലാണെന്ന് മനസ്സിലായത്. ഈ നൂലിനെ ഇവർ ചൂണ്ട എന്നാണ് വിളിക്കുന്നത്. 1-ാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണത്രേ ഇത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മീനിനെ വറ്റ എന്നാണ് അയാൾ പറഞ്ഞത്. അതിവിദഗ്ധവും ശാസ്ത്രീയവുമായാണ് ഇവർ മത്സ്യങ്ങളെ കൊല്ലുന്നത്. വളരെ സൂക്ഷിച്ചാണ് മീനുകളെ കൈകാര്യം ചെയ്യുന്നത്.
ചിലപ്പോഴൊക്കെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിയും അല്ലെങ്കിൽ മണലിൽ മുക്കിയും കൊന്നാണ് ഇവർ മീനുകളെ കൊല്ലുന്നത്. ഇവർ ചൂണ്ട എറിയുന്നതും വലിക്കുന്നതും കാണാൻ നല്ല ഭംഗിയാണ്. എറിഞ്ഞ ശേഷം ചൂണ്ട മുഴുവനും കടലിൽ പോയോ എന്നുള്ള പേടി പലപ്പോഴും അയാളുടെ മുഖത്ത് കണ്ടു. ചിലപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയായതുകൊണ്ടായിരിക്കും വീണ്ടും വറ്റയെ തന്നെ കിട്ടിയത്. നേരത്തെ മുക്കിവെച്ചവ ചത്തോ എന്നറിയാൻ ഇടയ്ക്കിടയ്ക്ക് അയാൾ അതിനെ ഇക്കിളിയാക്കുന്നുണ്ടായിരുന്നു. ചൂണ്ടയിൽ ഇര കോർക്കുന്നത് കാണുമ്പോൾ ഫ്ലിപ്കാർട്ട് നമുക്ക് തരുന്ന ഓഫറിനെയാണ് ഓർമ്മ വരുന്നത്. ശാസ്ത്രീയമായ അഭ്യസിച്ച ഒരു നൃത്താഭ്യാസിയെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളും. എറിയുന്നതും അതിനുശേഷം എറിഞ്ഞ മുഴുവൻ ചൂണ്ടയും അകത്തു പോയോ എന്നറിയാൻ തിരയുന്നതുമൊക്കെ. അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം കണ്ടിട്ടാവണം കടൽ അദ്ദേഹത്തിൻ്റെ കാലിൽ വന്ന് നമസ്കരിച്ചു. പ്രത്യേക ആക്ഷനിലുള്ള നടത്തമാണ് അദ്ദേഹത്തിൻ്റേത്. ഒരു ശാസ്ത്രീയമായ നൃത്താഭ്യാസി തന്നെയാണ് ഇദ്ദേഹം. ഇത്തവണ ചൂണ്ടയിൽ 2 മീനുകളാണ് ഉള്ളത്. ഈ മീനുകളെ കൂരി എന്നാണ് അദ്ദേഹം വിളിച്ചത്. മറ്റു മീനുകളെ അപേക്ഷിച്ച് കൂരിക്ക് ചെറിയ മുള്ളുകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പിടിക്കുക അപകടകരമാണ്. ഈ മീനിനെ പിടിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ കൈകളിൽ മുള്ളുകൾ കുത്തിക്കയറും. അദ്ദേഹം അതിനെയും വളരെ വിദഗ്ധമായാണ് പിടിക്കുന്നത്. വീണ്ടും അദ്ദേഹം ചൂണ്ട കോർക്കുകയാണ്. ചൂണ്ട കോർത്ത് കടലിലേക്ക് എറിയുമ്പോൾ ആ ചൂണ്ടയിൽ ഉള്ള തീറ്റ തിന്നാൻ വേണ്ടി വരുന്ന മീനുകളാണത്രേ ഇതിൽ കുടുങ്ങുന്നത്. നമ്മുടെ നാട്ടിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ ചൂണ്ട കമ്പനികൾ പ്രത്യേകമായിട്ടുള്ള തീറ്റകൾ മലയാളികൾക്കായി ഒരുക്കി വെക്കാറുണ്ട്. ഇത്തരം തീറ്റകൾ ചെന്ന് തിന്നുന്ന പല ആളുകളും ഇതുപോലെയുള്ള ചൂണ്ടയിൽ കൊളുത്തി വീഴാറുണ്ടത്രേ. ഇത്തവണ എന്തായാലും ഈ ചൂണ്ടയിൽ വലിയൊരു തിമിംഗലം കുടുങ്ങുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. കടൽ അടുത്തേക്ക് വരുമ്പോഴും അദ്ദേഹം ഭയക്കാതെ അല്പം പുറകിലേക്ക് മാറുന്നുണ്ട്. നേരം സന്ധ്യയായി. ഞങ്ങൾ കടലിൽ ആകെ നോക്കി. ഒരാൾ തോണിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. മറ്റൊരാൾ മീൻ ഉണക്കാനിടുന്നു. ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി.